കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ വിണ്ണിൽ നിന്നിഹ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് തൻ്റെ ആത്മാവിനെ പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂശിൽ മരണം സംഭവിക്കുന്നതിന് കുറഞ്ഞത് 4-5 ദിവസം എടുക്കുന്നതാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അന്ന് തന്നെ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. യേശു കർത്താവിനോടൊപ്പം സൈനികർ 2 കുറ്റവാളികളെ കൂടി ക്രൂശിച്ചിരുന്നു. ശബ്ബത്ത് നാളിൽ ശരീരങ്ങൾ ക്രൂശിൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാലൊടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. സൈനികർ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാലൊടിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാലൊടിച്ചില്ല. എന്നാൽ അവൻ്റെ മരണം ഉറപ്പാക്കാൻ സൈനികരിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ്റെ ചൊരിയപ്പെട്ട രക്തനിമിത്തം കർത്താവായ യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രായശ്ചിത്തമായി തീർന്നു. ക്രിസ്തുയേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മെ നീതീകരിക്കുന്നു. സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവനിലുള്ള ഈ വിശ്വാസത്താൽ നിങ്ങൾക്കും രക്ഷ പ്രാപിക്കാം, നീതീകരിക്കപ്പെടാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.